നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ കൊച്ചിയിൽ NIA-യുടെ ഒരു പ്രത്യേക കോടതി നിരോധിത സംഘടനയായ PFI-യുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രതികൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതായി മതിയായ തെളിവുകളുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. സാക്ഷിമൊഴികളും മറ്റു രേഖകളും അടിസ്ഥാനമാക്കി ആദ്യദൃഷ്ട്യാ അവരുടെ പങ്കാളിത്തം വ്യക്തമായി കാണപ്പെടുന്നതിനാൽ അവർക്കു ആശ്വാസം നൽകാനാവില്ലെന്ന് കോടതി പറഞ്ഞു. കേരളത്തിൽ കൊമേഴ്ഷ്യൽ LPG സിലിണ്ടറുകളുടെ വിലയിൽ 993 രൂപയുടെ വലിയ വർധനവുണ്ടായതിനെ തുടർന്ന് ഹോട്ടൽ ഉടമകൾ പ്രതിഷേധത്തിന്റെ വഴി സ്വീകരിച്ചിരിക്കുകയാണ്. വിലയിലെ ഈ അപ്രതീക്ഷിത വർധനവിനെ തുടർന്ന് ഹോട്ടൽ അസോസിയേഷൻ 6 മെയ് തീയതിയിൽ സംസ്ഥാന വ്യാപക ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചെലവ് വർദ്ധിച്ചതിനാൽ ബിസിനസ് നടത്തുന്നത് ബുദ്ധിമുട്ടായെന്നും ഭക്ഷണവില കൂട്ടാൻ നിർബന്ധിതരാകുന്നുവെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. തിരുവനന്തപുരത്തുണ്ടായ ഒരു ദാരുണമായ അപകടത്തിൽ 6 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടു. പിതാവ് ഓടിച്ച വാഹനത്തിൽ നിന്ന് കുട്ടി പെട്ടെന്ന് താഴെ വീണതിനെ തുടർന്ന് അതേ വാഹനത്തിന്റെ ടയർ കുട്ടിയുടെ ശരീരത്തിലൂടെ കടന്നുപോയി. ഈ സംഭവം മുഴുവൻ പ്രദേശത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പോലീസ് കേസിൽ അന്വേഷണം ആരംഭിക്കുകയും വാഹനം കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മൌസമിക വകുപ്പ് കേരളത്തിലെ 7 ജില്ലകൾക്കായി ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടി ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാതിരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നു. ഇടുക്കി ജില്ലയിൽ പ്രശസ്തമായ മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടയിൽ ഇടിമിന്നലേറ്റ് 5 ഭക്തർക്കും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലമേഖലകളിൽ മോശം കാലാവസ്ഥയും ശക്തമായ മഴയും നിലനിന്നിട്ടും വലിയ തോതിൽ ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. മോശം കാലാവസ്ഥയിൽ ജാഗ്രത പാലിക്കണമെന്ന് ഭരണകൂടം ഭക്തരോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ ചെറുതന ഗ്രാമപഞ്ചായത്തിന് രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ സ്ഥാനം ലഭിച്ചു. ദേശീയതലത്തിൽ പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളിലും സുതാര്യ ഭരണത്തിലും കേരളത്തിന് 2ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഈ നേട്ടം സംസ്ഥാനത്തിന്റെ വികേന്ദ്രീകൃത ഭരണ മാതൃകയുടെ വിജയത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം എന്നീ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ഈ ബഹുമതി ലഭിച്ചതെന്ന് പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഒരു ക്ഷേത്രോത്സവത്തിനിടെ ഒരു ആന ആക്രമണ സ്വഭാവം കാണിക്കുകയും ഇതിലൊരാൾ മരണപ്പെടുകയും മഹാവത്ത് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആന നിയന്ത്രണം വിട്ടതോടെ ഉത്സവസ്ഥലത്ത് പരിഭ്രാന്തി പരന്നു. വനവകുപ്പും പോലീസും ചേർന്ന് ഏറെ ശ്രമത്തിനു ശേഷമാണ് ആനയെ നിയന്ത്രണത്തിലാക്കിയത്. പരിക്കേറ്റ മഹാവത്തിന്റെ ചികിത്സ തുടരുകയാണ്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഉപഭോക്തൃ അവകാശങ്ങൾക്കായി പോരാടിയിരുന്ന പ്രശസ്ത പ്രവർത്തകൻ ഡിജോ കാപ്പന്റെ അന്ത്യം സംഭവിച്ചു. കേരളത്തിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം നിരവധി നിയമ പോരാട്ടങ്ങൾ നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തി. സാധാരണ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ നടത്തിയ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളാൽ ഡിജോ കാപ്പനെ എന്നും ഓർക്കപ്പെടും. കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകളും ത്രിതല സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ദിനത്തിൽ നിയമസമാധാനം ഉറപ്പാക്കാൻ വലിയ തോതിൽ പോലീസ് സേനയെ വിന്യസിക്കും. വോട്ടെണ്ണൽ നടപടികളിൽ പൂർണ്ണ സുതാര്യത പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മുഖ്യമന്ത്രി പദത്തിനായി പാർട്ടി ഏതെങ്കിലും പ്രത്യേക പേരുകൾ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ VD സതീശനോടുള്ള മുൻ നിലപാടിൽ ചില മൃദുത്വം അദ്ദേഹം പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം UDF നേതൃത്വം ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ സഖ്യത്തിനുള്ളിൽ നേതൃത്വ ചർച്ചകൾ ശക്തമായി. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ വിശകലകർ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം പഠിച്ചുവരികയാണ്. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനാൽ അവിടത്തെ ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെ വോട്ടർമാരുടെ മനോഭാവത്തെ സ്വാധീനിക്കാമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷയും തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ കേന്ദ്രമായി. കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി എല്ലാവരുടെയും ശ്രദ്ധ 4 മെയ് നടക്കുന്ന വോട്ടെണ്ണലിലേക്കാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശക്തമായ മത്സരത്തിനുള്ള സൂചനകൾ നൽകുന്നതോടെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനമുണ്ടായി. LDF-ഉം UDF-ഉം തങ്ങളുടെ വിജയം അവകാശപ്പെടുകയാണ്. ഇതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പ്രശസ്ത അഭിനേതാക്കളായ മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച പുതിയ ചിത്രം പാട്രിയറ്റ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. പതിറ്റാണ്ടുകൾക്കുശേഷം ഇരുവരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാനായത് ആരാധകരിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. ചിത്രത്തിന് വിമർശകരിൽ നിന്ന് അനുകൂല പ്രതികരണമാണ് ലഭിക്കുന്നത്. ധൈര്യമുള്ള സിനിമയെന്ന വിലയിരുത്തലുമുണ്ട്. ബോക്സ് ഓഫീസിൽ ചിത്രം മികച്ച തുടക്കമാണ് കൈവരിച്ചത്. ഷോകൾ ഹൌസ്ഫുള്ളായി തുടരുന്നു. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ചെറിയ മാറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിലെ വ്യതിയാനങ്ങളാണ് പ്രാദേശിക ആഭരണ വിപണിയെ ബാധിച്ചത്. വിവാഹ സീസൺ ഉണ്ടായിട്ടും വിലയിലെ അസ്ഥിരത മൂലം ഉപഭോക്താക്കൾ കുറച്ച് ജാഗ്രത പാലിക്കുന്നതായി കാണുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വിപണിയുടെ സ്ഥിതി കൂടുതൽ വ്യക്തമാകുമെന്നും ആവശ്യകതയിൽ വർധനവുണ്ടാകാമെന്നും വ്യാപാരികൾ പറയുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് 2 മെയ് മുതൽ 4 മെയ് വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഈ കാലയളവിൽ 30 മുതൽ 40 കിലോമീറ്റർ പ്രതിഘണ്ട വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മലനിര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി കണക്കിലെടുത്ത് രാത്രികാല യാത്ര ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. IPS ഉദ്യോഗസ്ഥൻ സുജിദാസിന് ഫോൺ കോൾ വിവാദ കേസിൽ അന്വേഷണ സമിതി ക്ലീൻചിറ്റ് നൽകി. അഴിമതിയുടെയും ദുരുപയോഗത്തിന്റെയും ആരോപണങ്ങൾ അന്വേഷിച്ച ശേഷം സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ആരോപണങ്ങൾ ശരിവയ്ക്കാൻ മതിയായ തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതോടെ ഉദ്യോഗസ്ഥന് വലിയ ആശ്വാസമായി. മെയ് ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലാളികൾ സംഘടിതരാകാനും അവകാശങ്ങൾക്കായി പോരാടാനും ആഹ്വാനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിൽ തൊഴിലാളികൾ നേരിടുന്ന പുതിയ വെല്ലുവിളികളെക്കുറിച്ചും ഐക്യമാണ് അവരെ അവകാശങ്ങളിലേക്കെത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളി ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളെയും മുഖ്യമന്ത്രി പരാമർശിച്ചു. കേരളത്തിലെ എരാറ്റുപേട്ടയിൽ ഗതാഗത നിയന്ത്രണത്തിനായി പുതിയ നിയമങ്ങൾ നടപ്പാക്കി. നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന ട്രാഫിക് ജാം പ്രശ്നം കണക്കിലെടുത്താണ് പുതിയ സൈൻബോർഡുകളും വൺ വേ സംവിധാനവും കർശനമായി നടപ്പാക്കിയത്. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. മുസ്ലിം ലീഗ്, IUML, കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പായി തങ്ങളുടെ രാഷ്ട്രീയ ശക്തി പ്രകടിപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സഖ്യത്തിനുള്ളിൽ നിലപാട് ശക്തിപ്പെടുത്താൻ പാർട്ടി നേതാക്കൾ വിവിധ തലങ്ങളിൽ യോഗങ്ങൾ നടത്തിവരുന്നു. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുമ്പുള്ള ഈ സജീവത ഭാവി സർക്കാരിൽ നിർണായക പങ്ക് പ്രതീക്ഷിക്കുന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തിൽ ഉയർന്ന ചൂടും ഈർപ്പവും നിലനിൽക്കുന്നതിനിടെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് തലത്തിലെത്തി. KSEB പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ചില പ്രദേശങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത നിഷേധിക്കാനാകില്ലെന്നും അധികൃതർ അറിയിച്ചു. പൂഞ്ഞാർ പാലസിൽ പുരാതന പാരമ്പര്യങ്ങളനുസരിച്ച് മംഗളാദേവി ഉത്സവാചാരങ്ങൾ ഭംഗിയായി നടന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാരമ്പര്യം കാണാൻ നിരവധി നാട്ടുകാരും വിനോദസഞ്ചാരികളും എത്തിയിരുന്നു. രാജകുടുംബാംഗങ്ങൾ മതചടങ്ങുകളിൽ പങ്കെടുത്തു. കേരളത്തിന്റെ സമൃദ്ധമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഈ ഉത്സവം. കേരള ഹൈക്കോടതി ഒരു പ്രധാന വിധിയിൽ പൊതുതാൽപര്യ ഹർജികൾ വ്യക്തിപരമായ നേട്ടത്തിനായി ഉപയോഗിക്കരുതെന്ന് വ്യക്തമാക്കി. ഒരു ഹർജി തള്ളിക്കളഞ്ഞതോടൊപ്പം ഹർജിക്കാരനോട് പിഴയും വിധിച്ചു. കോടതിയുടെ സമയം വിലപ്പെട്ടതാണെന്നും വ്യാജകേസുകൾ വഴി ന്യായപ്രക്രിയ തടസ്സപ്പെടുത്തുന്നത് ശിക്ഷാർഹമാണെന്നും ജസ്റ്റിസ് നിരീക്ഷിച്ചു. കോട്ടയം ജില്ലയിലെ റബ്ബർ കർഷകർ റബ്ബർ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുറഞ്ഞ വിലയിൽ ഇറക്കുമതി നടക്കുന്നതിലൂടെ ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില ഇടിയുന്നതായി കർഷകർ പറയുന്നു. ഇത് അവരുടെ ഉപജീവനത്തെ ബാധിക്കുന്നു. ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം നടത്തുമെന്ന് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകി.